കോട്ടപ്പുറം കിഡ്സ് വനിതാ ദിനത്തിൽ 3.5 കോടി രൂപയുടെ വായ്പാ വിതരണം നടത്തി. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെയും ഫെഡറൽ ബാങ്കിന്റെയും സഹായത്തോടെയാണ് 3.5 കോടി രൂപയുടെ വായ്പാ വിതരണം നടത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനം ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ മിലൻ ഫ്രാൻസ് നിർവഹിച്ചു. എനിക്ക് വീണ്ടും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നേറെ സന്തോഷത്തോടെ പറയട്ടെ. കാരണം സ്ത്രീയുടെ ശക്തി സൗന്ദര്യങ്ങളുടെ ഒരു നിറവ് എനിക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം ഞാൻ അച്ഛന്മാരോടൊപ്പം താഴേക്കുമ്പോഴാണ് രംഗപൂജ, ഒരു ഔദ്യോഗികമായ സ്വാഗത നൃത്താവിഷ്കാരം എന്ന് പറയാം. അതും എന്നെ ഒത്തിരി സ്പർശിച്ചു. കാരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു ആവിഷ്കാരം തന്നെയായിരുന്നു അത്. സ്ത്രീകളോടൊപ്പം വളരെ ഭംഗിയായി ഒരു പുരുഷൻ സമന്വയിച്ച് ആ ഒരു ലയത്തിൽ ചേർന്നുകൊണ്ട് അവതരിപ്പിച്ച നൃത്തം എന്നെ വല്ലാതെ ആകർഷിച്ചു. അത് അവതരിപ്പിച്ച പുരുഷനെ ഞാൻ പ്രത്യേകം സ്ത്രീകളോടൊപ്പം അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു സമൂഹത്തിൻ്റെ വളർച്ച സ്ത്രീയുടെ മാത്രം ഒറ്റയ്ക്കുള്ള വളർച്ചയോ സ്ത്രീയുടെ ഒറ്റയ്ക്കുള്ള സ്വാതന്ത്ര്യമോ സമത്വാവിഷ്കാരമോ ഒരിക്കലും ആവില്ല. പുരുഷനോടൊപ്പം നിന്ന് അല്ലെങ്കിൽ പുരുഷനോടൊപ്പം സമൂഹത്തിൽ വളരുമ്പോഴാണ് ഒരു സ്ത്രീയുടെ വളർച്ച ശരിയായ അർത്ഥത്തിൽ പൂർണ്ണമാകുന്നത്. കാരണം ഈ വേദി തന്നെ നോക്കുക, എത്രയോ പുരുഷന്മാരാണ് നമ്മളോടൊപ്പം നമ്മളെ ആദരിക്കാൻ, നമ്മളെ സഹായിക്കാൻ, നമ്മുടെ തൊഴിൽ തട്ടി അഭിനന്ദിക്കാൻ നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഒരുപാട് ഫെമിനിസം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളാണ്, അതിനെക്കുറിച്ച് എഴുതുന്ന ആളാണ്. പക്ഷെ ഞാൻ ഒരിക്കലും സ്ത്രീയെ പുരുഷനൊപ്പം അല്ലെങ്കിൽ പുരുഷന് മുകളിൽ പ്രതിഷ്ഠിക്കണമെന്നോ സ്ത്രീക്ക് സ്വന്തമായ ഒരു ഇക്വാളിറ്റി വേണമെന്ന് വാദിക്കുന്ന ഒരാളല്ല. പുരുഷനോടൊപ്പം ചേർന്ന ഒരു സമന്വയത്തിൽ സമത്വസുന്ദരമായ ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് സ്ത്രീ എന്ന് മാത്രമാണ് ഞാൻ എന്നും എൻ്റെ കുട്ടികളോടായാലും മറ്റു സദസ്സുകളിലൊക്കെ സംസാരിക്കാറ്. രൂപതാ ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ അധ്യക്ഷനായി. 18 അടിയിലും ഉള്ള ഒരു സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം അടങ്ങിയൊരു സുരക്ഷിതമായിരിക്കുകയാണ്. പക്ഷേ എപ്പോഴും തുറന്നിരിക്കുന്ന ഒരു സാധനം ഇതായിരിക്കും. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതും ഒരു പക്ഷേ ഇതായിരിക്കും. പിന്നീട് പറയാറുള്ളത് ഇതാണ്: സ്ത്രീകൾ ഒരിക്കലും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാറില്ല. പുരുഷന്മാർ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോകാറ്. സ്ത്രീകൾ ഒരിക്കലും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാറില്ല. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും കൊടുങ്ങല്ലൂരിൽ 5 തുണിക്കടയുണ്ടെങ്കിലും ഒരു സാരി എടുക്കണമെങ്കിൽ 5 തുണിക്കടയിൽ കയറിയിറങ്ങും. പ്രശസ്ത പിന്നണി ഗായകനും വൈദികനുമായ ഫാദർ ബിബിൻ ജോർജ് മുഖ്യാതിഥിയായി. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ പി ജിതിൻ 1.5 കോടി രൂപയുടെ വായ്പാ വിതരണവും ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് മാനേജർ വഹീദ ബീഗം 2 കോടി രൂപയുടെ വായ്പാ വിതരണോദ്ഘാടനം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ, വാർഡ് കൗൺസിലർ VM ജോണി, LIC ബ്രാഞ്ച് മാനേജർ ഹരിപ്രസാദ്, CRBI ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ റാണി നിക്സൺ, KLCWA സംസ്ഥാന ട്രഷററും കോട്ടപ്പുറം രൂപതാ പ്രസിഡന്റുമായ റാണി പ്രദീപ്, കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബനേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത്ത് സ്വാഗതവും കോർഡിനേറ്റർ ഗ്രേസി ജോയ് നന്ദിയും പറഞ്ഞു.